5 മാസം നീണ്ട UAE പൊതുമാപ്പ് തിങ്കളാഴ്ച അവസാനിക്കും. അനധികൃത താമസക്കാരായ വിദേശികൾക്ക് തടവോ പിഴയോ കൂടാതെ രാജ്യം വിടാനോ താമസം നിയമവിധേയമാക്കാനോ അനുവദിച്ച പൊതുമാപ്പ് 10,000-ങ്ങളാണ് ഉപയോഗിച്ചത്. എന്നാൽ ഇവരിൽ മലയാളികൾ താരതമ്യേന കുറവാണ്. ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആയിരങ്ങൾക്ക് പൊതുമാപ്പ് തുണയായെന്ന് ഇന്ത്യൻ എംബസി വൃത്തങ്ങൾ അറിയിച്ചു. രേഖകൾ ശരിയാക്കി താമസം നിയമവിധേയമാക്കാൻ സാധിച്ചവർ നിരവധിയാണ്. 1,00,000-ലേറെ പേർ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് മടങ്ങിയെന്നാണ് അനൌദ്യോഗിക വിവരം. നിയമലംഘകരെ കണ്ടെത്താൻ കർശന പരിശോധനയുണ്ടാകുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അധികൃതർ അറിയിച്ചു. നിയമലംഘകർക്ക് ജോലിയോ അഭയമോ നൽകുന്നവർക്ക് 1,00,000 ദിർഹം വീതം ഫൈൻ ഈടാക്കും. ആഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെയായിരുന്നു ആദ്യഘട്ടത്തിൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ചത്. ആയിരങ്ങൾക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നതോടെ വിവിധ എംബസികളുടെ ആവശ്യം പരിഗണിച്ചാണ് 2 തവണയായി ഓരോ മാസം വീതം പൊതുമാപ്പ് നീട്ടിയത്. UAE-യിലെ 9 കേന്ദ്രങ്ങളിലായി 1,50,000-ഓളം അപേക്ഷകരായിരുന്നു എത്തിയത്. ഇതിൽ ദുബൈയിലും അബുദാബിയിലുമാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകർ എത്തിച്ചേർന്നത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ആഫ്രിക്ക, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് എന്നീ രാജ്യക്കാരാണ് പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തിയവരിൽ കൂടുതലും. മീഡിയ 1 ദുബൈ. ഒമാൻ വിദ്യാഭ്യാസ മേഖലയിലെ ചില ഉന്നത തസ്തികകൾ സ്വദേശിവൽക്കരിച്ച് മാനവ വിഭവശേഷി മന്ത്രി ഉത്തരവ് പുറപ്പെടുവിച്ചു. സ്വകാര്യ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും സ്വകാര്യ പരിശീലന സ്ഥാപനങ്ങളിലെയും 4 തസ്തികകളാണ് സ്വദേശിവൽക്കരിച്ചത്. പ്രവേശന രജിസ്ട്രേഷൻ വകുപ്പ്, വിദ്യാർത്ഥികാര്യ വകുപ്പ്, ക്വാളിറ്റി അഷുറൻസ് വകുപ്പ്, തൊഴിൽ മാർഗനിർദ്ദേശ സെക്ഷൻ എന്നിവയുടെ ഡയറക്ടർ തസ്തികകളാണ് ഇവ. നിലവിൽ ഈ തസ്തികകളിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് കരാർ കാലാവധി കഴിയുന്നതുവരെ തുടരാം. എന്നാൽ അതിനുശേഷം കരാർ പുതുക്കില്ല. ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ദിവസം മുതൽ ഉത്തരവ് പ്രാബല്യത്തിലുണ്ടാകും. പ്രൊഫഷണൽ കോളേജുകളുടെയും സമുദ്രശാസ്ത്ര പ്രൊഫഷണൽ കോളേജുകളുടെയും ചട്ടങ്ങളിലെ ചില വകുപ്പുകളിൽ മന്ത്രിതല ഉത്തരവിലൂടെ ഷെയ്ഖ് അബ്ദുല്ല ബിൻ നാസർ ബിൻ അബ്ദുല്ല അൽ ബക്രി ഭേദഗതി വരുത്തി. ഈ കോളേജുകളുടെ ഭരണപരമായ ഘടനയ്ക്ക് മേൽ മാനവ വിഭവശേഷി മന്ത്രാലയത്തിനുള്ള അധികാരം, കോളേജുകളിലെ ചട്ടങ്ങൾ എന്നിവയിലാണ് ഭേദഗതി. മീഡിയ 1 മസ്കത്ത്. സൗദിയിൽ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന തുകയിൽ ഇടിവ് രേഖപ്പെടുത്തി. മുൻവർഷത്തെ അപേക്ഷിച്ച് 2.5% കുറഞ്ഞു. ഈ വർഷം നവംബർ വരെ വിദേശികൾ നാട്ടിലേക്ക് അയച്ചത് 125 ബില്യൺ റിയാലാണ്. ഈ വർഷം നവംബർ വരെ 125 ബില്യൺ റിയാലാണ് വിദേശികൾ സൗദിയിൽ നിന്ന് സ്വദേശങ്ങളിലേക്ക് അയച്ചത്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഇത് 127.6 ബില്യൺ റിയാലായിരുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 2.5% കുറവാണിത്. വിദേശ നിക്ഷേപത്തിൽ നവംബറിൽ 9.9 ബില്യൺ റിയാലിന്റെ കുറവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ വിദേശികൾ നാട്ടിലേക്ക് അയച്ചത് 11.7 ബില്യൺ റിയാലായിരുന്നു. എന്നാൽ നവംബറിൽ ഇതിൽ 1.8 ബില്യൺ റിയാലിന്റെ കുറവുണ്ടായി. സൗദി അറേബ്യൻ മോണിറ്ററി അതോറിറ്റിയുടേതാണ് ഈ കണക്ക്. മീഡിയ 1 ജിദ്ദ. സൗദിയിൽ 3 മാസത്തിനകം 5.5 ലക്ഷത്തിലധികം തൊഴിലാളികൾ ജോലിയിൽ നിന്ന് വിരമിച്ചതായി തൊഴിൽ വിപണിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠന റിപ്പോർട്ട്. 2018 രണ്ടാം പാദവും 3-ാം പാദവും തമ്മിലുള്ള അന്തരം കണക്കാക്കുമ്പോഴാണ് ഇത്ര പേർ ജോലി വിട്ടതായി വ്യക്തമായത്. ഭൂരിപക്ഷം വിദേശികളാണെങ്കിലും തൊഴിൽ വിട്ടവരിൽ സ്വദേശികളും ഉൾപ്പെടും. 2018 രണ്ടാം പാദത്തിൽ 93.5 ലക്ഷത്തിലേറെ ജോലിക്കാർ തൊഴിൽ വിപണിയിലുണ്ടായിരുന്നു. 3-ാം പാദത്തിൽ ഇത് 88 ലക്ഷമായി കുറഞ്ഞു. അതായത് 5 ലക്ഷത്തിലേറെ പേർ 3 മാസത്തിനകം വിവിധ കാരണങ്ങളാൽ ജോലി വിടാൻ നിർബന്ധിതരായി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജോലിക്കാരുള്ളത് വ്യക്തികൾ നടത്തുന്ന ചെറുകിട സ്ഥാപനങ്ങളിലാണ്. 43 ലക്ഷം. 32 ലക്ഷത്തിലധികം ജോലിക്കാരുള്ള 2-ാം സ്ഥാനം പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനങ്ങൾക്കാണ്. ഓഹരി മേഖലയിലുള്ള സ്ഥാപനങ്ങളിൽ 8.5 ലക്ഷം ജോലിക്കാരാണ് ഉള്ളത്. ജോലിക്കാരിൽ ഏറ്റവും കൂടുതലുള്ളത് തലസ്ഥാന നഗരി ഉൾപ്പെടുന്ന റിയാദ് മേഖലയിലാണ്. 2-ാം സ്ഥാനം ജിദ്ദ ഉൾപ്പെടുന്ന മക്ക മേഖലയിലും. 32 ലക്ഷം പേർ റിയാദ് മേഖലയിലും 15 ലക്ഷം പേർ മക്ക മേഖലയിലും ജോലി ചെയ്യുന്നു. കിഴക്കൻ പ്രവിശ്യ 13 ലക്ഷം ജോലിക്കാരുമായി 3-ാം സ്ഥാനത്തുണ്ട്. അവശേഷിക്കുന്ന 28 ലക്ഷം രാജ്യത്തിന്റെ ഇതര 10 മേഖലയിലായി പരന്നുകിടക്കുന്നു. അസ്ഹർ പുള്ളിയിൽ, മീഡിയ 1 റിയാദ്. അടുത്ത വർഷത്തെ ഹജ്ജ് സീസണിൽ തീർത്ഥാടകർക്ക് താമസിക്കാൻ ആവശ്യമായ കെട്ടിടങ്ങളുടെ പരിശോധനകൾ ആരംഭിച്ചു. ഇതിനായി 27 എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തി. 286 കെട്ടിടങ്ങളുടെ പരിശോധന ഇതിനോടകം പൂർത്തിയായി. തീർത്ഥാടകരുടെ സുരക്ഷിതമായ താമസ സൗകര്യത്തിന് കെട്ടിടങ്ങൾ പര്യാപ്തമാണോ എന്ന പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മക്ക മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ 27 എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി സ്ഥാപനങ്ങളെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സൗദി സിവിൽ ഡിഫൻസുമായി ചേർന്ന് ഇവർ നടത്തുന്ന പരിശോധനയിൽ അനുയോജ്യമായ കെട്ടിടങ്ങൾക്ക് അനുമതി സർട്ടിഫിക്കറ്റുകൾ നൽകും. ഈ സർട്ടിഫിക്കറ്റുകൾ നേടിയ കെട്ടിടങ്ങൾക്ക് മാത്രമേ പിൽഗ്രിംസ് അക്കോമഡേഷൻ കമ്മിറ്റിയുടെ അവസാന അനുമതി ലഭിക്കൂ. കഴിഞ്ഞ 4 മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പരിശോധനയിൽ സുരക്ഷിതമല്ലാത്ത കെട്ടിടങ്ങളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ലെന്ന് കമ്മിറ്റി ചെയർമാൻ അബ്ദുള്ള അഖീൽ ബാജബീർ അറിയിച്ചു. കെട്ടിടങ്ങളുടെ സുരക്ഷാ പരിശോധനയിൽ ഒരു വിട്ടുവീഴ്ചയും കെട്ടിട ഉടമകൾക്ക് നൽകുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ഇതുവരെ 286 കെട്ടിടങ്ങൾക്കാണ് അനുമതി നൽകിയത്. 20,271 റൂമുകളിലായി 90,023 തീർത്ഥാടകർക്ക് ഈ കെട്ടിടങ്ങളിൽ താമസിക്കാനാവും. ഇതിൽ 169 കെട്ടിടങ്ങൾ അസീസിയയിലും 9 കെട്ടിടങ്ങൾ റുസൈഫയിലും 39 എണ്ണം ഉത്തേബിയയിലും 31 എണ്ണം അൽമസ്ഫലയിലുമാണ്. 6,659 തീർത്ഥാടകർക്ക് സൗകര്യമൊരുക്കി 20 കെട്ടിടങ്ങൾ ഹറം പരിസരത്തും പരിശോധന പൂർത്തിയായി. 203 കെട്ടിടങ്ങളുടെ അപേക്ഷയിൽ നടപടികൾ നടന്നുവരുന്നതായും കമ്മിറ്റി ചെയർമാൻ അറിയിച്ചു. സാദിഖ് അലി തുവൂർ, മീഡിയ 1. സൗദിയിൽ ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് കുത്തനെ കുറയുന്നു. സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നത് ഇതിന് പ്രധാന കാരണമായിട്ടുണ്ട്. വരും വർഷങ്ങളിൽ കൂടുതൽ കുറവ് പ്രതീക്ഷിക്കുന്നതായും റിക്രൂട്ടിംഗ് രംഗത്തുള്ളവർ പറയുന്നു. ജനറൽ അതോറിറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരമാണ് വിവരങ്ങൾ. ഈ വർഷം രണ്ടാം പാദത്തിൽ 1,80,000 വിസകളാണ് ഗാർഹിക തൊഴിലാളികൾക്ക് വേണ്ടി അനുവദിച്ചത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 5,000 പേരുടെ കുറവാണിതിൽ. റിക്രൂട്ടിംഗിൽ 3% കുറവുണ്ടായി. മണിക്കൂർ വാടകയ്ക്ക് ഗാർഹിക തൊഴിലാളികളെ ലഭിക്കുന്നതും റിക്രൂട്ട്മെന്റിന് പണം മുടക്കാൻ കുടുംബങ്ങൾ വിമുഖത കാണിക്കുന്നതും ഇതിന് കാരണമായിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കാൻ തുടങ്ങിയതോടെ പുരുഷന്മാരായ ഗാർഹിക തൊഴിലാളികളുടെ എണ്ണത്തിൽ 20% കുറവ് രേഖപ്പെടുത്തി. കൂടുതൽ സ്ത്രീകൾ ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കുന്നതോടെ പുരുഷ ഗാർഹിക തൊഴിലാളികളുടെ എണ്ണത്തിൽ 25% കുറവുണ്ടാകും. റിക്രൂട്ടിംഗ് രംഗത്തെ വിദഗ്ധരും സമാന അഭിപ്രായം പങ്കുവെക്കുന്നു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. ഖത്തറിൽ പുകയില ഉൽപ്പന്നങ്ങൾക്കും കോള പാനീയങ്ങൾക്കും ജനുവരി 1 മുതൽ വില കൂടും. ഇത്തരം വസ്തുക്കളിന്മേലുള്ള എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിക്കുന്നതിനെ തുടർന്നാണ് വില വർധന. പുകയില ഉൽപ്പന്നങ്ങളുടെയും കോള പാനീയങ്ങളുടെയും നികുതി വർദ്ധിപ്പിക്കുമെന്നത് അമീർ അംഗീകാരം നൽകിയ 2019 ബജറ്റിലെ പ്രധാന തീരുമാനങ്ങളിലൊന്നാണ്. ഇതനുസരിച്ചാണ് ജനുവരി 1 മുതൽ സിഗരറ്റ് ഉൽപ്പന്നങ്ങൾക്കും കോള പാനീയങ്ങൾക്കും വില കൂടുന്നത്. പുകയില ഉൽപ്പന്നങ്ങൾക്ക് 100%, കോള പാനീയങ്ങൾക്ക് 50%മാണ് എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ആരോഗ്യത്തിന് ഹാനികരമായ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ജനങ്ങളിൽ കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാരിന്റെ നടപടി. ഇതോടെ ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് ഇരട്ടി വില കൂടും. എന്നാൽ മറ്റു വസ്തുക്കൾക്കൊന്നും വില വർധനയില്ല. പുതിയ വർഷവും വാറ്റ് നടപ്പാക്കേണ്ടതില്ലെന്നും ബജറ്റിൽ തീരുമാനമെടുത്തിരുന്നു. അതിനിടെ വില വർദ്ധിക്കുന്നത് കണക്കുകൂട്ടി കടകളും വ്യക്തികളും വൻതോതിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് വിപണിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ആളുകൾക്ക് വൻതോതിൽ സിഗരറ്റ് ഉൽപ്പന്നങ്ങൾ നൽകരുതെന്ന് കടയുടമകൾക്ക് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. മീഡിയ 1, ദോഹ. വിദേശി ജോലിക്കാർക്കും ആശ്രിതർക്കും ഏർപ്പെടുത്തിയ ലെവി ജനുവരി 1 മുതൽ വർദ്ധിക്കും. നേരത്തെ പ്രഖ്യാപിച്ചത് പ്രകാരം സ്വദേശി വിദേശി അനുപാതത്തിന് വിധേയമായാണ് വർധന. ഇതിനിടെ ലെവി സംബന്ധിച്ച പുനഃപരിശോധനാ റിപ്പോർട്ടിൽ അടുത്ത മാസം തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. സൗദിയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ വിദേശികൾക്ക് ഏർപ്പെടുത്തിയ ലെവി ജനുവരി 1 മുതലാണ് വർദ്ധിക്കുക. സൗദികളേക്കാൾ വിദേശികൾ കൂടുതലുള്ള സ്ഥാപനങ്ങളിൽ ഒരു വിദേശിക്ക് പ്രതിമാസം 600 റിയാലാണ് ലെവി സംഖ്യ അടയ്ക്കേണ്ടത്. സ്ഥാപനങ്ങളിൽ സൗദി ജീവനക്കാർ കൂടുതലാണെങ്കിൽ ഒരു വിദേശിക്ക് 500 റിയാൽ അടച്ചാൽ മതി. അടുത്ത വർഷവും ഇതേ അനുപാതത്തിൽ വർധനവുണ്ടാകും. വിദേശി ജീവനക്കാർക്കൊപ്പം ഇവരുടെ ആശ്രിതർക്കും ലെവി ഒടുക്കണം. 2017 ജൂലൈ 1 മുതലാണ് സൗദിയിൽ ആശ്രിത ലെവി നിലവിൽ വന്നത്. ആശ്രിതർക്ക് മാസത്തിൽ 100 റിയാലായിരുന്നു അന്ന് ലെവി സംഖ്യ. ഈ വർഷം 200 ആയിരുന്നു. ജനുവരി 1 മുതൽ ഇത് 300 ആകും. വിദേശികൾക്ക് മേൽ നിർബന്ധ ബാധ്യതയായ ലെവി പുനഃപരിശോധനയിൽ പഠനം നടക്കുകയാണെന്ന് സൗദി വാണിജ്യ നിക്ഷേപ മന്ത്രി ഡോക്ടർ മാജിദ് അൽ കസബി പറഞ്ഞിരുന്നു. അടുത്ത മാസം ഇത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. പുനഃപരിശോധന നടക്കുന്ന കാര്യം ബ്ലൂംബർഗാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഇത് നേരത്തെ വാർത്താവിതരണ മന്ത്രാലയം നിഷേധിച്ചിരുന്നു. ഇതിനുശേഷമാണ് വാണിജ്യ നിക്ഷേപ മന്ത്രി പുനഃപരിശോധനാ വാർത്ത സ്ഥിരീകരിച്ചത്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ഖത്തർ വിവിധ രാജ്യങ്ങളിൽ തുടങ്ങാൻ തീരുമാനിച്ച വിസ സെന്ററുകളിൽ മൂന്നാമത്തേത് പാകിസ്ഥാനിൽ കറാച്ചിയിൽ പ്രവർത്തനം തുടങ്ങി. പാകിസ്ഥാനിൽ തുറക്കുന്ന രണ്ടാമത്തെ ഖത്തർ വിസ സേവന കേന്ദ്രമാണിത്. ആദ്യത്തേത് കഴിഞ്ഞ ദിവസം ഇസ്ലാമാബാദിൽ തുറന്നിരുന്നു. കഴിഞ്ഞ മാസം ശ്രീലങ്കയിലാണ് ആദ്യ വിസ സെന്റർ തുറന്നത്. ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, ഫിലിപ്പൈൻസ്, ടുണീഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലാണ് അടുത്ത സെന്ററുകൾ ആരംഭിക്കുക. ഇന്ത്യയിലെ 7 സെന്ററുകളിൽ ഒന്ന് കൊച്ചിയിലായിരിക്കും സ്ഥാപിക്കുക. ഖത്തറിൽ തൊഴിൽ സാമൂഹ്യ മേഖലയിലെ സേവനങ്ങൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായി മന്ത്രാലയം പുതിയ വെബ്സൈറ്റ് അവതരിപ്പിച്ചു. 102 ഇലക്ട്രോണിക് സേവനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പുതിയ വെബ്സൈറ്റ്. തൊഴിൽ സാമൂഹ്യ മേഖലകളിലെ സേവനങ്ങൾ, ഇടപാടുകൾ, വിവരങ്ങൾ തുടങ്ങിയവ കാര്യക്ഷമമാക്കലും എളുപ്പമാക്കലും ലക്ഷ്യമിട്ടാണ് തൊഴിൽ സാമൂഹ്യകാര്യ മന്ത്രാലയം പുതിയ വെബ്സൈറ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. 102 ഇലക്ട്രോണിക് സേവനങ്ങളാണ് പുതിയ വെബ്സൈറ്റിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. കൂടാതെ അപേക്ഷാ ഫോമുകളും വാർത്തകളും മറ്റ് വിവരങ്ങളുമെല്ലാം വെബ്സൈറ്റിൽ ലഭ്യമാണ്. തൊഴിൽ നിയമങ്ങൾ, മനുഷ്യാവകാശ നിയമങ്ങൾ, സാമൂഹ്യ സുരക്ഷാ നിയമം തുടങ്ങിയ നിയമങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അറബി, ഇംഗ്ലീഷ് ഭാഷകളിൽ വെബ്സൈറ്റിൽ കാര്യങ്ങൾ അറിയാം. www.adlsa.gov.qa എന്നതാണ് വെബ്സൈറ്റിൽ കയറേണ്ട അഡ്രസ്.
കമന്റുകൾ, നിർദ്ദേശങ്ങൾ എന്നിവയിലൂടെ മന്ത്രാലയവുമായി പൊതുജനങ്ങൾക്ക് സംവദിക്കാനുള്ള സൗകര്യവും വെബ്സൈറ്റിൽ ഒരുക്കിയിട്ടുണ്ട്. മീഡിയ 1 ദോഹ. ജിദ്ദയിൽ നടക്കുന്ന 4ാമത് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ സന്ദർശകരുടെ വൻ തിരക്ക്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 100ഓളം പ്രസാധകരാണ് മേളയിൽ പങ്കെടുക്കുന്നത്. കേവലം പുസ്തക വിൽപ്പനയ്ക്കപ്പുറം വിവിധ സംസ്കാരങ്ങളുടെ പങ്കുവയ്ക്കൽ കൂടിയായി മാറിയിരിക്കുകയാണ് പുസ്തകമേള. അറബ് സമൂഹത്തിന്റെ വായനാ സംസ്കാരത്തിന് ഇപ്പോഴും ഒരു കുറവും വന്നിട്ടില്ല എന്നതിന് വ്യക്തമായ തെളിവായിരിക്കുകയാണ് ജിദ്ദയിൽ നടക്കുന്ന 4ാമത് അന്താരാഷ്ട്ര പുസ്തകമേള. ദിനംപ്രതി 1,50,000 പേരാണ് അക്ഷരമേള സന്ദർശിക്കാനായി എത്തുന്നത്. സൗത്ത് അബുഹൂറിൽ 25,000 ചതുരശ്ര മീറ്ററിൽ ഒരുക്കിയ പവലിയനിലാണ് മേള നടക്കുന്നത്. 40 രാജ്യങ്ങളിൽ നിന്നുള്ള 400 പ്രസാധകരുടെ 1,80,000 പുസ്തകങ്ങളുണ്ട് മേളയിൽ. ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് തുടങ്ങിയ അന്താരാഷ്ട്ര പ്രസാധകരുടെ പുസ്തകങ്ങൾ വരെ മേളയിൽ ലഭ്യമാണ്. Almost I have visited to many several book fair like Frankfurt Book Fair, the London Book Fair and some other. But this one we have found, because this is the SALS International Book Fair, so we have found more the English books that they are the people are interesting here, and the traffic of the people are also too much interested to get it. 200-ലധികം ഗ്രന്ഥകാരന്മാർക്ക് തങ്ങളുടെ സ്വന്തം കൃതികൾ ഒപ്പുവെച്ച് നൽകാനായി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നതാണ് ഇപ്രാവശ്യത്തെ മേളയിലെ പ്രത്യേകത. I learned a lot in this journey. It's not about publishing a book, it's about the journey itself. So I really enjoyed the journey itself, and I'm really enjoying this moment because it's a dream like when I was a child. പുരാവസ്തു പ്രദർശനം, ഫോട്ടോഗ്രാഫി സ്റ്റാളുകൾ, ചിത്രകല, അറബിക് കാലിഗ്രാഫി തുടങ്ങിയവയും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ദിനേന വിവിധ കലാസാംസ്കാരിക വിനോദ പരിപാടികളും സന്ദർശകരെ ആകർഷിക്കുന്നു. വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക കൈമാറ്റം കൂടിയായി മാറിയിരിക്കുകയാണ് ഇവിടെ. ജിദ്ദ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ നിന്നും ഗഫൂർ കൊണ്ടോട്ടിക്കൊപ്പം സാദിഖ് അലി തവൂർ, മീഡിയ 1. സൗദിയിൽ ഭക്ഷണശാലകളിൽ കലോറി പട്ടിക പ്രദർശിപ്പിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ വൻ തുക പിഴ ചുമത്തും. 100 റിയാൽ മുതൽ 10,000 റിയാൽ വരെയാണ് പിഴ. കലോറി നിർണ്ണയിക്കാൻ തേടാവുന്ന വിവിധ മാർഗങ്ങളും മന്ത്രാലയം അറിയിച്ചു. ജനുവരി 1 മുതലാണ് ഭക്ഷണശാലകളിൽ കലോറി പട്ടിക പ്രദർശിപ്പിക്കേണ്ടത്. ഇക്കാര്യം നേരത്തെ വ്യാപാരികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിയമം ലംഘിക്കുന്നവർക്ക് 100 റിയാൽ മുതൽ 10,000 റിയാൽ വരെ പിഴ ചുമത്തും. കുറ്റം ആവർത്തിക്കുന്ന പക്ഷം പിഴ ഇരട്ടിയാക്കുകയോ സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദ് ചെയ്യുകയോ സ്ഥാപനം അടച്ചുപൂട്ടുകയോ ചെയ്യും. ഓരോ ഭക്ഷണ വിഭവത്തിലും എത്ര കലോറി അടങ്ങിയിരിക്കുന്നു എന്നതാണ് പട്ടികയിൽ കാണിക്കേണ്ടത്. തെറ്റായ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നതും കുറ്റകരമാണ്. ഭക്ഷണം ഓർഡർ ചെയ്യുന്നിടത്താണ് പട്ടിക പ്രദർശിപ്പിക്കേണ്ടത്. റെസ്റ്റോറന്റുകൾ, കഫ്തീരിയകൾ, ഐസ്ക്രീം ഷോപ്പുകൾ, ബേക്കറികൾ, മിഠായി കടകൾ തുടങ്ങി എല്ലാവിധ ഭക്ഷണ വിൽപ്പന സ്ഥാപനങ്ങൾക്കും ബാധകമാണ് നിയമം. ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയും മുനിസിപ്പൽ ആൻഡ് റൂറൽ അഫയേഴ്സ് മന്ത്രാലയവും സഹകരിച്ചാണ് പരിശോധന നടത്തുക. കലോറി നിശ്ചയിക്കാൻ അംഗീകൃത ലബോറട്ടറി പരിശോധകരുടെ സഹായം തേടാം. ഭക്ഷണത്തിന്റെ സാമ്പിൾ ഉപയോഗിച്ച് കലോറി കണ്ടെത്താൻ സഹായിക്കുന്ന പ്രോഗ്രാമുകളും ഉപയോഗിക്കാം. ഭക്ഷണ വിഭവങ്ങളുടെ കലോറി രേഖപ്പെടുത്തിയിരിക്കുന്ന ശേഖരണത്തിൽ നിന്നും കച്ചവടക്കാർക്ക് സഹായം തേടാം. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. സൗദിയിൽ എക്സിറ്റ് റീ എൻട്രി വിസ നേടിയ ശേഷം ക്യാൻസൽ ചെയ്യുന്നവർക്ക് അടച്ച ഫീസ് തിരിച്ചു ലഭിക്കുന്നതല്ലെന്ന് സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റ്. എക്സിറ്റ് റീ എൻട്രി വിസ നേടിയ ശേഷം യാത്ര മാറ്റിവെക്കേണ്ടി വരുന്നവർ വിസ കാലാവധിക്കുള്ളിൽ തന്നെ വിസ ക്യാൻസൽ ചെയ്യണം. അല്ലാത്ത പക്ഷം 1000 റിയാൽ പിഴ ചുമത്തുമെന്നും പാസ്പോർട്ട് വിഭാഗം അറിയിച്ചു. ദമാം ജുബൈൽ നവയുഗം സാംസ്കാരിക വേദി KC പിള്ള അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുന്നു. പരിപാടി പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KC പിള്ളയുടെ 7ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയോടനുബന്ധിച്ച് സ്കൂൾ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ക്വിസ് മത്സരം സംഘടിപ്പിക്കും. 12 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെയുള്ള ഇന്ത്യൻ സ്കൂളുകളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ രീതിയിലുള്ള ക്വിസ് പ്രോഗ്രാമുകളും, ബാച്ചിലേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ക്വിസ് പ്രോഗ്രാമും, ഫാമിലികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ക്വിസ് പ്രോഗ്രാം, അങ്ങനെ 3 തരത്തിലുള്ള ക്വിസ് പ്രോഗ്രാമുകൾ പങ്കെടുപ്പിക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. 800ഓളം മത്സരാർത്ഥികളെ പ്രതീക്ഷിക്കുന്ന ക്വിസ് മത്സരത്തിൽ സൗദിയിലെ എല്ലാ പ്രവിശ്യകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാൻ അവസരം നൽകുമെന്ന് സംഘാടകർ വ്യക്തമാക്കി. TC ഷാജി, MG മനോജ്, അഷ്റഫ് കൊടുങ്ങല്ലൂർ, മനോജ് നായർ, PK നൌഷാദ്, സാബു മേലത്തിൽ, സഫേർ മുഹമ്മദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1, ദമാം. സൗദി ദമാമിലെ നവോദയ സാംസ്കാരിക വേദി വനിതാ മതിലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതീകാത്മക മതിൽ തീർത്തു. ജനുവരി 1 നടക്കുന്ന വനിതാ മതിൽ ചരിത്ര സംഭവമായി മാറുമെന്ന് പരിപാടിയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. നവോദയയുടെ അംഗങ്ങളിൽ ചിലർ വനിതാ മതിലിൽ നേരിട്ട് പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു.
ഇന്ത്യൻ സിനിമയിൽ ന്യൂ വേവ് പ്രസ്ഥാനത്തിന് തുടക്കമിടുകയും മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്ത ചലച്ചിത്രകാരനായിരുന്നു മൃണാൾ സെൻ എന്ന സംവിധായകൻ MP സുകുമാരൻ നായർ അനുസ്മരിച്ചു. വിയോഗം ഇന്ത്യൻ സിനിമാ പ്രസ്ഥാനത്തിന് വലിയ നഷ്ടമാണെന്നും സുകുമാരൻ നായർ കുവൈത്തിൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഛായാഗ്രാഹകൻ സണ്ണി ജോസഫ്, ചലച്ചിത്ര നിരൂപകൻ ഡോക്ടർ CS വെങ്കടേശ്വരൻ എന്നിവരും മൃണാൾ സെന്നിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മൃണാൾ സെന്നിന്റെ പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ യങ്ങർ ജനറേഷനിലുള്ള ഫിലിം മേക്കേഴ്സിന് അല്ലെങ്കിൽ പുതിയ തരംഗം എന്നൊക്കെ പറയുന്ന ഒരു ഇതിനകത്ത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയാണ് സത്യത്തിലൊരു ചാലകശക്തിയായിട്ട് പിൽക്കാലത്ത് എല്ലാ റീജിയണൽ ലാംഗ്വേജ് സിനിമകളിലും പ്രസക്തമായത്. ആ പ്രസക്തിയാണ് ഒരുപക്ഷെ മൃണാൾ സെന്നിനെ നമ്മൾ വളരെ ഉയർത്തി കാണുന്നത്. സിനിമയും ജീവിതവും എല്ലാം ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി കണ്ട് പ്രവർത്തിച്ച മഹാനായ ചലച്ചിത്രകാരനാണ് മൃണാൾദ. പേഴ്സണലായിട്ട് എനിക്ക് ഏറ്റവും അടുപ്പമുള്ളൊരു സംവിധായകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന ഓരോ സമയത്തും ജീവിതത്തെപ്പറ്റിയും സിനിമയെപ്പറ്റിയുമൊക്കെ പുതിയ ഉൾക്കാഴ്ചകൾ കിട്ടുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ് നമിക്കുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ രാഷ്ട്ര ജീവിതത്തിൻ്റെ സംഘർഷങ്ങളെയെല്ലാം നിരന്തരം അതിൻ്റെ ഏറ്റവും റാഡിക്കലായ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് നിരന്തരം ആവിഷ്കരിക്കാൻ ശ്രമിച്ചൊരു ഫിലിം മേക്കർ കൂടിയാണ് മൃണാൾ സെൻ നിൽക്കുന്നത്. ഒരു പക്ഷേ ഇന്ത്യയിലെ മറ്റ് അപൂർവം ഫിലിം മേക്കേഴ്സ് അത് ചെയ്തിട്ടുള്ളൂ. ഒരു ഇന്ത്യൻ ദേശരാഷ്ട്രത്തിൻ്റെ സംഘർഷങ്ങളെ വളരെ വേദനയോടെ റാഡിക്കലായിട്ടുള്ള ഒരു വിശകലന ഒരു ദൃഷ്ടിയിലൂടെ നോക്കിക്കൊണ്ടിരുന്ന, സ്വയം പുതുക്കിക്കൊണ്ടിരുന്ന, രൂപപരമായും പ്രമേയപരമായും പുതുക്കിക്കൊണ്ടിരുന്ന ഒരു ഫിലിം മേക്കർ കൂടിയാണ്. അർത്ഥത്തിലൊരു ഇന്ത്യൻ സിനിമയിൽ വലിയ യുഗം തന്നെ അവസാനിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. ഖത്തറിലെ പ്രധാന പൊതുചികിത്സാ കേന്ദ്രമായ ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ ആംബുലൻസ് സേവനം ഇനി ഹിന്ദി ഭാഷയിലും ലഭ്യമാകും. ഹിന്ദി ഉൾപ്പെടെ 6 ഭാഷകളിൽ സേവനങ്ങൾ ലഭ്യമാക്കി അത്യാഹിത വിഭാഗം നവീകരിക്കാനാണ് ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ തീരുമാനം. അടിയന്തര സാഹചര്യങ്ങളുണ്ടായാൽ ഇനി മുതൽ ഇന്ത്യക്കാർക്ക് ഹിന്ദിയിൽ തന്നെ ഹമദ് കോർപ്പറേഷന്റെ ആംബുലൻസ് സേവനത്തിനായി വിളിക്കാം. എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങൾക്കും ആംബുലൻസ് സേവനം എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ ആംബുലൻസ് സേവനത്തിൽ ഹിന്ദി ഭാഷയും ഉൾപ്പെടുത്തിയത്. ഹിന്ദി ഉൾപ്പെടെ 6 ഭാഷകളിൽ ആശയവിനിമയം സാധ്യമാക്കിക്കൊണ്ടാണ് ആംബുലൻസ് വിഭാഗം നവീകരിക്കുന്നത്. ഹിന്ദിക്ക് പുറമെ അറബി, ഇംഗ്ലീഷ്, ഉറുദു, ഫിലിപ്പീനോ, പേർഷ്യൻ ഭാഷകളിലാണ് ആംബുലൻസ് സേവനങ്ങൾ ലഭ്യമാക്കുക. കൂടുതൽ ഭാഷകൾ ആവശ്യമാണെങ്കിൽ അത് സ്വാഭാവികമായി തർജ്ജമ ചെയ്യാനുള്ള സംവിധാനവും അധികൃതർ ഏർപ്പെടുത്തുന്നുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ ആംബുലൻസ് ആവശ്യമായി വരുന്നവർ 999 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. എത്ര വിദൂരത്തുള്ളവരാണെങ്കിലും ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഭിന്നശേഷിക്കാർക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ ബന്ധപ്പെട്ടവരിൽ എത്തിക്കുന്നതിന് നാഷണൽ കമാൻഡ് സെന്ററുമായി സഹകരിച്ച് പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയതായും ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു. ആംബുലൻസ് എത്താൻ അധിക സമയമെടുക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് ഹെലികോപ്റ്റർ അയക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. മീഡിയ വൺ, ദോഹ. ബഹ്റൈനിൽ തൊഴിലാളികൾക്ക് ഒരു സ്പോൺസറുടെ കീഴിലല്ലാതെ വിവിധ തൊഴിൽ മേഖലകളിൽ ജോലികൾ ചെയ്യാൻ സാധിക്കുന്ന ഫ്ലെക്സി വർക്ക് പെർമിറ്റ് ഉപയോഗപ്പെടുത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. തൊഴിൽ രേഖകൾ നിയമാനുസൃതമാക്കാൻ ഉപകരിക്കുന്ന പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. 2017 ജൂലൈ മാസം മുതൽ നടപ്പിലാക്കി തുടങ്ങിയ പദ്ധതി പ്രകാരം 16,000-ലധികം പേർ ഫ്ലെക്സി വർക്ക് പെർമിറ്റിന് അപേക്ഷ നൽകിയതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഉസാമ ലബ്സി അറിയിച്ചു. 500-ലധികം ഫിലിപ്പീൻ സ്വദേശികൾ പദ്ധതി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. വർഷങ്ങളായി അനധികൃത തൊഴിലാളികളായി കഴിഞ്ഞിരുന്ന നിരവധി പേർ ഇതിനകം ഫ്ലെക്സി വർക്ക് പെർമിറ്റ് സംവിധാനം പ്രയോജനപ്പെടുത്തി കഴിഞ്ഞു. സ്വന്തം നിലക്ക് തന്നെ സ്പോൺസർമാരായി രാജ്യത്ത് വിവിധ തൊഴിൽ രംഗങ്ങളിൽ ജോലി ചെയ്യാൻ നിയമപ്രകാരം അവസരം നൽകുന്ന ഈ പരിഷ്കാരം ഗൾഫ് മേഖലയിൽ ആദ്യമായി ബഹ്റൈനാണ് നടപ്പിലാക്കിയത്. ആദ്യഘട്ടത്തിൽ വിദഗ്ധ തൊഴിലാളികൾക്ക് മാത്രമായി അനുവദിച്ചിരുന്ന ഫ്ലെക്സി വർക്ക് പെർമിറ്റ് പിന്നീട് വീട്ടുജോലിക്കാർക്കും അനുവദിച്ചു. കാലാവധി കഴിഞ്ഞതോ ഇപ്പോൾ നിലവിലില്ലാത്തതോ ആയ വർക്ക് പെർമിറ്റുമായി ബഹ്റൈനിൽ തുടരുന്നവർക്കാണ് ഫ്ലെക്സി വർക്ക് പെർമിറ്റ് അനുവദിക്കുന്നത്. 2 വർഷത്തെ കാലാവധിയുള്ള പെർമിറ്റ് പിന്നീട് പുതുക്കുവാനും കഴിയും. ഈ വർക്ക് പെർമിറ്റ് നേടുന്നവർക്ക് പ്രത്യേക തിരിച്ചറിയൽ കാർഡും ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അനുവദിക്കുന്നുണ്ട്. മീഡിയ വൺ, ബഹ്റൈൻ. ഖത്തറിലെ തിരൂർ മേഖലാ നിവാസികളുടെ കൂട്ടായ്മയായ ക്യൂ ടീം സംഘടിപ്പിച്ച സ്പോർട്സ് ഫിയസ്റ്റ 2018 ശ്രദ്ധേയമായി. ഫുട്ബോൾ, വോളിബോൾ, ബാഡ്മിന്റൺ, പഞ്ചഗുസ്തി, വടംവലി തുടങ്ങിയ വിവിധ ഇനങ്ങളിലായി 100-ൽ പരം കായിക താരങ്ങൾ മാറ്റുരച്ചു. വനിതകൾക്കും കുട്ടികൾക്കുമായി ഫൺ ഗെയിമുകളും കുക്കറി കോമ്പറ്റീഷൻ ഉൾപ്പെടെ ഫിയസ്റ്റയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. വൈകുന്നേരം നടന്ന സമാപന ചടങ്ങുകൾ ലഫ്റ്റനന്റ് കേണൽ മുബാറക് അൽ കാബി ഉദ്ഘാടനം ചെയ്തു. കായിക താരവും ഗ്രന്ഥകർത്താവുമായ അബ്ദുൾ നാസർ സമ്മാനദാനവും നിർവഹിച്ചു.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 134 സ്ഥാപക ദിനം ഇൻകാസ് ഖത്തർ ആഘോഷിച്ചു. ICC ദോഹയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കേക്ക് മുറിച്ചാണ് പ്രവർത്തകർ സന്തോഷം പങ്കിട്ടത്. ഇൻകാസ് ഖത്തർ പ്രസിഡന്റ് സമീർ ഏറാമല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയുടെ ആത്മാവെന്നും 2019 രാഹുൽ ഗാന്ധിയിലൂടെ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നും സമീർ ഏറാമല പറഞ്ഞു. സിദ്ദീഖ് പുറായിൽ, AP മണികണ്ഠൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രഞ്ജിത്ത് ശങ്കർ ജയസൂര്യ കൂട്ടുകെട്ടിൽ പിറന്ന പ്രേതം 2 എന്ന ചലച്ചിത്രത്തിന്റെ പ്രീമിയർ ഷോ ആഘോഷങ്ങൾ ബഹ്റൈനിൽ നടന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ നടൻ ജയസൂര്യ എത്തിയത് ആരാധകർക്ക് ആവേശം പകർന്നു. പ്രേതം 2 എന്ന ചലച്ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായ നടൻ ജയസൂര്യയുടെ സാന്നിധ്യത്തിലായിരുന്നു ജുഫേറിലെ മുക്ത തിയേറ്ററിൽ നടന്ന സിനിമയുടെ പ്രീമിയർ ഷോ ആഘോഷ പരിപാടികൾ. ചിത്രത്തിൽ ജോൺ ഡോൺ ബോസ്കോ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജയസൂര്യ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയത് ബഹ്റൈനിലെ ആരാധകർക്ക് ആവേശം പകർന്നു. സിനിമയ്ക്ക് കേരളത്തിലും വിദേശ നാടുകളിലും ലഭിക്കുന്ന മികച്ച പ്രതികരണത്തിൽ സന്തോഷമുണ്ടെന്ന് ജയസൂര്യ പറഞ്ഞു. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കഥ ഒത്തുവരികയും അങ്ങനെയാണ് പ്രേതം പുണ്യാളൻ സെക്കൻഡ് സംഭവിക്കുന്നത്. ആടും അതുപോലെ തന്നെയായിരുന്നു. ആട് ഫ്ലോപ്പായ ഫിലിമാണ്, പക്ഷേ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് ഹിറ്റായിരുന്നു. അതുപോലെ തന്നെയാണ് പ്രേതം ത്തിലേക്ക് വന്നാലും. കാരണം സെക്കൻഡ് പാർട്ട് സംഭവിക്കണമെങ്കിൽ വളരെ സോളിഡ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള കഥ വേണം, അല്ലാതെ സംഭവിച്ചിട്ട് കാര്യമില്ല. ടാഗ് മീഡിയയും മുക്ത തിയേറ്ററുമായി സഹകരിച്ച് നടത്തിയ ആഘോഷ പരിപാടികൾ നടൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്ക് നടൻ സമ്മാനങ്ങൾ നൽകി. താരത്തെ കാണാനും ഒപ്പം സെൽഫി എടുക്കാനും ആരാധകരുടെ വലിയ നിര തന്നെ എത്തിയിരുന്നു. ഇവന്റ് കോർഡിനേറ്റർ ഷമീർ ഹംസ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.